ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് ധനുമാസം 28 തീയതി, അതായത് 2017 ജനുവരി മാസം 12 ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 46 നാഴിക പുണർദവും ബാക്കി പൂയവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒപ്പം ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ചുകൊണ്ട് ഒട്ടനവധി പേരുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കി കൊടുത്ത നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാലൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്ത് വായിക്കാം. ബഹുമാനി ശർമാജി, ഞാൻ ഈ കത്ത് അയക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ പേര് വിമല. അങ്ങയുടെ TV പ്രോഗ്രാം മുടങ്ങാതെ കാണാറുണ്ട്. വളരെ താല്പര്യത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മകളും ഭർത്താവും കുട്ടികളും വിദേശത്താണ്. ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മോൾക്ക് 3 മാസമായി ജോലിയിൽ പ്രശ്നമാണ്. കമ്പനിയിൽ എല്ലാവർക്കും ഇത് തന്നെയാണ്. ശമ്പളം കിട്ടിയിട്ട് 3 മാസമായി. അതുകൊണ്ട് വളരെ വിഷമത്തിലാണ്. എന്നാണ് ബുദ്ധിമുട്ട് മാറുക? ഇത് തുടർന്ന് പോകുമോ? അവിടെ തന്നെ ജോലി ചെയ്യുമോ? കുട്ടികൾ 2 പഠിക്കുന്നുണ്ട്. ഒരാളുടെ ശമ്പളം മതിയാകില്ല. മകൻ എൻജിനീയറിങ്ങിന് 2ാം വർഷം പഠിക്കുന്നു. മകൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർക്ക് അവിടെ തന്നെ തുടർന്ന് പഠിക്കുവാൻ പറ്റുമോ? അവരുടെയും ഭാവി അറിയാൻ താല്പര്യപ്പെടുന്നു. നാട്ടിൽ വീട് എന്ന് വയ്ക്കാൻ സാധിക്കും? അവിടെ എത്ര നാൾ നിൽക്കാൻ പറ്റും? ഇപ്പോൾ അവൾക്ക് ബുധദശയാണ്. ശനിയുടെ അപഹാരമാണ്. കേതുദശ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. മകളുടെ ഗ്രഹനിലയിലും മകളുടെ ലഗ്നരാശിയും മകളുടെ ചന്ദ്രരാശിയും പേരക്കുട്ടികളുടെ ലഗ്നരാശിയും ചന്ദ്രരാശിയും മൊത്തത്തിൽ വെരിഫൈ ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു ആകത്തുക മാത്രമേ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം 3 ഗ്രഹനിലകളിലും കൂടെ അപഗ്രഹിച്ച് പറയണമെങ്കിൽ 1 മണിക്കൂർ സമയം വേണ്ട, അരമണിക്കൂർ സമയമെങ്കിലും വേണം. അതിൽ നമുക്ക് കിട്ടുന്നത് ആകപ്പാടെ 5-8 മിനിറ്റാണ് മൊത്തത്തിലുള്ളത്. അത് കത്ത് വായിക്കാനും വിശദീകരിക്കാനും പ്രതിവിധിക്കും എല്ലാം കൂടെയുള്ള സമയമാണ്. മകളുടെ ഗ്രഹനില പ്രകാരം 2016 ആഗസ്റ്റ് മാസം മുതൽ 2017 ആഗസ്റ്റ് മാസം തീരും വരെയും വ്യാഴഗ്രഹം ചാരവശാൽ 8ാം രാശിയിൽ, അതായത് അഷ്ടമത്തിൽ എന്ന് ജ്യോതിശാസ്ത്രപരമായി ആചാര്യന്മാർ പറയും, പ്രവേശിച്ചിരിക്കുന്ന കാലമാണ്. അങ്ങനെ അഷ്ടമത്തിൽ വ്യാഴം പ്രവേശിച്ചിരിക്കുന്ന ഈ കാലം തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങളോ മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും ദുഃഖിച്ചിടും. ഇതുതന്നെയാണല്ലോ കത്തിനകത്തെ സൂചന. അതായത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ അഷ്ടമവ്യാഴം ആയതിനാൽ എവിടെ ഏത് രാജ്യത്ത് ജോലി ചെയ്യുന്നവോ ആ ജോലി ചെയ്യുന്ന ആ സ്ഥാനം ഭദ്രമല്ലാതായിത്തീരുകയും ശമ്പളം കിട്ടാതെ വരികയും അത് മുന്നോട്ട് ആ പ്രസ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ ഭാവി ഉണ്ടാകുമോ എന്ന് ആർക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ വരികയും അടിസ്ഥാനം പോലും മാറ്റമുണ്ടാവും. ചിലപ്പോൾ രാജ്യം പോലും വിടാനുള്ള യോഗത്തെ അല്ലെങ്കിൽ ആ കമ്പനി മാറാനുള്ള യോഗത്തെ ഒക്കെ ഉണ്ടാവും. അത് ലോകത്ത് മൊത്തത്തിൽ വരുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് മുഖാന്തരം വരുന്നതാകാം, അതിൽ പ്രത്യേകിച്ച് ആ കമ്പനിക്ക് വരുന്നതാകാം, അതിൽ പ്രത്യേകിച്ച് മകളുടെ ഗ്രഹനിലയിൽ വരുന്നതാകാം, ഇതെല്ലാം കൂടിയുമാകാം. അപ്പം മകൾക്കും മകളുടെ കുട്ടികൾക്കും ഭർത്താവിനും അല്ലെങ്കിൽ അതുവഴി അമ്മയ്ക്കും അല്ലെ അഭ്യുദയകാംക്ഷികൾക്കും ഒക്കെ ഈ തടസ്സങ്ങൾ ആയിട്ട് ബന്ധപ്പെടാം. ആ അഷ്ടമ വ്യാഴം മാറി ഭാഗ്യത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന ആ കാലവും എടുക്കുന്ന സമയം നൂതനങ്ങളായിട്ടുള്ള മാർഗങ്ങൾ, അതായത് രക്ഷാമാർഗങ്ങൾ, രക്ഷാ കവാടം തുറക്കപ്പെടും. അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. എള്ളിലെ വാരം മുതിരയിൽ കിട്ടും എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ഭാഗത്ത് ആ കമ്പനി ആ രാജ്യത്ത് എന്തെങ്കിലും ശമ്പള
പ്രസ്ഥാനമോ എണ്ണവിലയുടെ പ്രശ്നങ്ങളോ ഏതെങ്കിലും തരത്തിൽ വന്നിട്ട് ജോലിയോ ശമ്പള കിട്ടാതെ വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ പുതിയ രാജ്യങ്ങളിലേക്ക്, പുതിയ കമ്പനിയിലേക്ക് അല്ലെ പുതിയതായ ജോലി മാർഗങ്ങൾ ഉണ്ടാവുകയും അവയിൽ പ്രവേശിക്കപ്പെടുകയും ആ ജോലി സ്വീകരിക്കപ്പെടുകയും ശമ്പളമൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പം ഏതായിരുന്നാലും 2017 സെപ്റ്റംബർ മാസം മുതൽ ഭാഗ്യത്തിലേക്ക് വ്യാഴം മകൾക്ക് പ്രവേശിക്കും. ദുരിതാനുഭവങ്ങളിൽ നിന്ന് മോചനമുണ്ടാവും. പേരക്കുട്ടികളുടെ സമയവും നന്നാവും. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വരുമാന മാർഗം, ആയുരാരോഗ്യം, ക്ഷേമഭാഗ്യാനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. അതുവരെ മകൾക്ക് അഷ്ടമവ്യാഴത്തിനും നിലവിൽ കണ്ടകശനി ദോഷവും നിൽക്കുന്നതിനാൽ വ്യാഴം, ശനി എന്ന പ്രബലന്മാരായിട്ടുള്ള 2 ഗ്രഹങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് നല്ലത്. അവിട്ടം, ചതയം, പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് മുഴുവൻ കഷ്ടകാല സമയങ്ങളാണ് ഇപ്പോൾ. കാരണം അഷ്ടമത്തിൽ വ്യാഴവും കണ്ടകശനിയുമാണ് ഒരു ജാതക നിലയിലെ ഏറ്റവും കാഠിന്യപരമായ ദോഷം, പൊതുവെ ശരാശരി പറയുന്നത്. അവ ഭാഗ്യത്തിലേക്ക് വ്യാഴവും ലാഭത്തിലേക്ക് ശനിയും വരുന്ന ഒരു കാലഘട്ടമാണ് അടുത്തു വരുന്നത്. ചുരുക്കത്തിൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ ഭാഗ്യാനുഭവങ്ങൾ കണ്ടു തുടങ്ങുന്നതിനാൽ ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ ചെലവുകളെല്ലാം ചുരുക്കി വേറെ ഏതെങ്കിലും വരുമാന മാർഗം ഉണ്ടാകുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. വ്യാഴാഴ്ച ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ജലഗന്ധപുഷ്പധൂപദീപ ജലാന്തം ബൃഹസ്പതിയെ ആവാഹിച്ച് ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിപൂതം ത്രിലോകേശം തങ്കുരും പ്രണതോസ്മുഖം എന്ന വ്യാഴപ്രീതികരങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ടും ശനിയാഴ്ച ദിവസം ശനിപത്മമിട്ട് നീരാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രിജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനിസ്തോത്രങ്ങളെ കൊണ്ടും ജലഗന്ധ പുഷ്പ ധൂപദൈവ ജലാന്തം യഥാവിധി നല്ല കർമ്മയെക്കൊണ്ട് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒരു സാധുക്കെങ്കിലും അന്നദാനാദികൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ പുതിയ വരുമാന ഉറവിടം മകൾക്കുണ്ടാവും. പുതിയ കമ്പനി ഉണ്ടാവും, അതിൽ ജോലിയുണ്ടാവും. അല്ലെങ്കിൽ ഈ പഴയയിൽ നിന്നുള്ള വ്യത്യാസം അനുസരിച്ച് നഷ്ടപ്പെട്ടു പോയ കുടിശ്ശിക സഹിതം കിട്ടും. അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങളുണ്ടാവും. ധൈര്യമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് മറുപടി സ്വീകരിക്കുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം